ആക്ഷൻ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്ന് ശനിയാഴ്ച സ്കൂളുണ്ട്, ക്ലാസ്സുണ്ട്. ഞാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ച്. ഇതേ ഷർട്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോക്ക് ഇട്ടത്. ഇതേ ടീഷർട്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോക്ക് ഇട്ടത്. ആ വീഡിയോ എടുത്തതിന് ശേഷം ഇതിപ്പോഴാണ് ഇടുന്നത്. പക്ഷെ മാറ്റിയിട്ട് വരാം, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇത് മാത്രമേ ഉള്ളെന്ന്. സുഹൃത്തുക്കളെ, ഐ ആം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിച്ചു പോകും. ആ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ വീഡിയോ ഇട്ടതല്ലാതെ അതിനെപ്പറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ വണ്ടി പോട്ടെ. സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കുക. ചുമ്മാ പറഞ്ഞതാ. ഇന്ന് നമുക്കൊരു പ്രധാനപ്പെട്ട ഗസ്റ്റ് വരാനുണ്ട്. ഗസ്റ്റിനെ സ്വീകരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണോ? ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. കയറി വരുന്ന പാടെ അവിടെ എണ്ണ ഒഴിച്ചിടുക. വെറുതെ പറഞ്ഞതാണ് കേട്ടോ, നെവർ മൈൻഡ്. എന്തൊക്കെയോ വളവളാന്ന് വിളിച്ച് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഇടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ വീഡിയോക്കകത്ത് ഉണ്ടാവും. ഓക്കെ, അടുത്തോട്ട് വരും, റെക്കോർഡ് ബട്ടൺ ഞെക്കും, പുറകോട്ട് പോവും. ഒന്നും പറയാനില്ല. ഞാൻ എന്തിനാ വീഡിയോ എടുക്കുന്നത്? ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? 8 മാസങ്ങൾക്ക് മുന്നേ ഒരു വാലന്റൈൻസ് ഡേ വ്ലോഗ് എടുത്തായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ആദ്യത്തെ പരിപാടി ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കഴിഞ്ഞ ഇമ്പ്രൂവ്മെന്റിന്റെ വീഡിയോ ഉണ്ടല്ലോ, 120 വ്യൂസ് ആയി ഗൈസ്. എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ചില്ല അതിനത്രയൊന്നും കിട്ടുമെന്ന്. അത് ആകെ ഞാൻ ഷെയർ പോലും ചെയ്തില്ല. ആരും പറഞ്ഞില്ല, വീട്ടിൽ പോലും പറയേണ്ടത് ഞാൻ വീഡിയോ ഇട്ടെ. സന്തോഷം. എന്റെ കട്ടിലിന്റെ അവസ്ഥ. സുഹൃത്തുക്കളെ, ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചാലുള്ള പ്രയോജനം എന്താന്ന് വെച്ചാൽ, പൊടി കയറില്ല, പ്രാണി കയറില്ല, ഒന്നും കയറത്തില്ല. ലാസ്റ്റ് കിടക്കാൻ നേരത്ത് ഞാൻ മാത്രമേ കയറുള്ളൂ. ക്ലാസ് ടീച്ചർക്ക് മെസ്സേജ് അയച്ചില്ല, ലീവാണ് സാർ, ഞാനിന്ന് ലീവാണ്. അസ്വസ്ഥതയായിരുന്നു സ്കൂളിൽ പോവാഞ്ഞിട്ട്. ഗൈസ്, ഇതാട്ടോ ഞാൻ രാവിലെ പറഞ്ഞ ഗസ്റ്റ്. ഒരു കൈ കൊണ്ടെന്തെങ്കിലും കാണിക്കുമോ? ഇന്ന് പുള്ളിക്കാരി വന്നതിൻ്റെ സ്പെഷ്യലായിട്ട് പുള്ളിക്കാരി ഉണ്ടാക്കി തന്നു കേട്ടോ. നല്ല പഴംപൊരിയും ഈത്തപ്പഴംപൊരിയും, 2 ടൈപ്പ് പഴംപൊരീസ്. പഴംപൊരി എങ്ങനെയുണ്ട്? പഴംപൊരി കൊള്ളാം കേട്ടോ. ഹലോ. 3 days later ഗൈസ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം കിടന്നുപോയി ഗൈസ്. ഭയങ്കരമായിട്ടും തുമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലും കോലത്തിലും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ പഠിക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. ചെറുതായിട്ട്. പിന്നെ പറയാൻ തക്കുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ എത്ര പാഠങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട് എന്നൊരു ടോട്ടൽ കണക്കുണ്ടാക്കി വെച്ചു. ഇത് +2 ഇത്രയുമില്ല, ബാക്കി ബാഗിൽ കിടപ്പുണ്ട്. ഈ 3 മുതൽ ഇമ്പ്രൂവ്മെന്റിന് ഇത് ഗതികേട് കൊണ്ട് ഈ ടൈപ്പ് വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ ഈ ചാനൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ചാനലായി മാറുമോ? ദൂരെ 2 പേപ്പർ കണ്ടോ? ആ 2 പേപ്പർ യൂട്യൂബ് വീഡിയോസിന്റെ ഐഡിയാസ് ആണ് ഗൈസ്. ഇപ്പോൾ സാധാരണ ഞാൻ നൈറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ള ഗ്ലാസ് വെക്കുമായിരുന്നു. ഇനി ഞാൻ വെക്കുന്നില്ല. കാരണം നല്ല മഴ, നല്ല തണുപ്പ്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്.
പക്ഷെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഈ മഴ അറിയാൻ പറ്റത്തില്ല, ആസ്വദിക്കാൻ പറ്റത്തില്ല. സോ ഇന്ന് ഈ രാത്രി മുഴുവൻ ഞാൻ ഈ മഴ ഇരുന്ന് ആസ്വദിക്കാൻ പോവാം. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോൺ ഓഫ് ആകുന്നിടം വരെ. ഫോണിലിപ്പം 10% ചാർജ് ഉള്ളൂ. അത് ഓഫ് ആകുന്നിടം വരെ പഠിക്കാം, മഴ ആസ്വദിച്ചുകൊണ്ട്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബിസിനസ്. 6ാമത്തെ പാഠം കുറച്ച് സെറ്റാക്കി നിർത്തിയേക്കുമായിരുന്നു, ഇനി ബാക്കി സെറ്റാക്കട്ടെ. ഇനി ഞാൻ പൊളിക്കും. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി നിങ്ങളെ ഒരു 12 മണിക്ക് ശേഷം വന്ന് കാണണം എന്നാണ്. ഇനിയിപ്പോൾ എനിക്ക് നല്ല എനർജി ഉണ്ട്, വയറ് നിറച്ച് തിന്നണം. വയറ് നിറച്ച് തിന്നുവാണെങ്കിൽ ഉറങ്ങിപ്പോവോ? രണ്ടിനും ചാൻസ് ഉണ്ട്, ഉറങ്ങാതിരിക്കാനും ഉറങ്ങാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി നമുക്കിനി 12 മണിക്ക് ശേഷം കാണാം. ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞത് 12 മണി ആകുമ്പോഴത്തേനും വരാമെന്നായിരുന്നു അല്ലേ? ഇപ്പം സമയം നോക്കുവാണെങ്കിൽ 2:30 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.